വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങൾ. അത് സാപത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു. ആ സാപത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാപത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ട ആൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയിക്കുകയും ചെയ്യുന്നു. അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് നന്ദി. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കഴിഞ്ഞ വർഷത്തെ ഈ തിരുഹൃദയ തിരുനാളിന് അദ്ദേഹം മധ്യാഹ്ന പ്രസംഗത്തില് ഞായറാഴ്ചത്തെ മധ്യാഹ്ന പ്രസംഗത്തില് അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട്: യേശുവിന്റെ തിരുഹൃദയത്തെ കുറിച്ച് ദൈവത്തിന്റെ കരുണയും ക്ഷമയും ആർദ്രതയും ആവോളം ശേഖരിക്കാൻ കഴിയുന്ന ഉറവിടമാണ് ഈശോയുടെ തിരുഹൃദയമെന്ന്. അതായത് ദൈവത്തിന്റെ കരുണയും ക്ഷമയും ആർദ്രതയും ആവോളം ശേഖരിക്കാൻ കഴിയുന്ന ഉറവിടമാണ് ഈശോയുടെ തിരുഹൃദയമെന്ന്. അതായത് സുവിശേഷത്തിന് അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ നമുക്കിത് സ്വന്തമാക്കാൻ കഴിയും. സുവിശേഷാധിഷ്ഠിതമായ ഒരു ജീവിതത്തിലൂടെ നമുക്കിത് സ്വന്തമാക്കാൻ കഴിയും. എന്ത്? ഈശോയുടെ കരുണ, ആർദ്രത, സ്നേഹം, ഇതെല്ലാം സുവിശേഷാധിഷ്ഠിതമായ ഒരു ജീവിതത്തിലൂടെയാണ് നമുക്കിത് സ്വായത്തമാക്കാൻ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയാണ്. കാരണം യേശുവിന്റെ ഓരോ വാക്കിലും സ്നേഹമുണ്ട്, അല്ലെ? ബൈബിളിലെ ഓരോ വാക്ക് മുഴുവൻ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പൊ അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞു വരുന്ന 8-ാം ദിവസമാണ് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. പെന്തക്കുസ്ത തിരുനാൾ കഴിഞ്ഞിട്ട് വരുന്ന ഞായറാഴ്ച പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാള്. പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാൾ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ചയാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. അത് കഴിഞ്ഞു വരുന്ന 8-ാം ദിവസമാണ് തിരുഹൃദയത്തിന്റെ തിരുനാള്. അതിന്റെ പിറ്റേ ദിവസം വിമല ഹൃദയത്തിന്റെ തിരുനാൾ. അങ്ങനെ എല്ലാം വളരെ സെലിബ്രേഷൻസിന്റെ ഒരു ദിവസങ്ങളാണ് ശരിക്കും നമ്മൾ എന്താ പറയാ, ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം, ഈശോയുടെ മരണ ഉത്ഥാന സ്വർഗാരോഹണത്തിന് ശേഷം മുഴുവൻ ഒരു വലിയ സെലിബ്രേഷന്റെ തിരുനാളാണ്. നമുക്കറിയാം വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക്, മർഗരീത്ത മറിയം, ഈ പുണ്യവതിയിലൂടെയാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ വലിയ വെളിപാടുകൾ കിട്ടിയത്. അതാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം. നമുക്ക് എല്ലാം അറിയാവുന്നതാണല്ലോ. ഫ്രാൻസിലെ പാരലേമോണിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വിസിറ്റേഷൻ മഠത്തിലായിരുന്നു ഈ പുണ്യവതി ജീവിച്ചിരുന്നത്. 1673 മുതൽ 1675 വരെ ഈശോയുടെ ഈ തിരുഹൃദയത്തിന്റെ ദർശനം ഈ പുണ്യവതിക്ക് ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പം ഈ ദിവസങ്ങളിൽ ആ ഒരു സമയത്താണ് ഈ തിരുഹൃദയത്തിന്റെ വലിയ വെളിപാടുകളെല്ലാം ഉണ്ടാകുന്നത്. എൻ്റെ തിരുഹൃദയത്തിനെ നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിക്കണം, എൻ്റെ തിരുഹൃദയത്തെ നിങ്ങൾ സ്നേഹിക്കണം, എൻ്റെ തിരുഹൃദയത്തിന്റെ തിരുനാൾ കൊണ്ടാടണം. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ തിരുഹൃദയത്തിൽ നിന്നാണ് സ്നേഹം പ്രവഹിക്കപ്പെടുന്നതെന്ന് ആ പുണ്യവതിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതൊരു മനോഹരമായ ഒരു ചിത്രമാണ്. അതായത് ആ തിരുഹൃദയം നമ്മളിങ്ങനെയാണ്, ഈശോയുടെ തിരുഹൃദയത്തിനെ നമുക്കാണല്ലോ. അതായത് കുന്തത്താൽ കുത്തപ്പെട്ട കുത്തിത്തുളയ്ക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയം. അതിനു ചുറ്റും മുൾക്കിരീടം ചുറ്റപ്പെട്ട് നിൽക്കുന്നു. അതിന് മേളിലായിട്ട് കുത്തി നാട്ടിയ ഒരു കുരിശ് നമുക്ക് കാണാം. പിന്നെ ഒരു കത്തി ജ്വലിക്കുന്ന ഒരു തീജ്വാലയും നമുക്ക് അതിന് ചുറ്റും കാണാൻ സാധിക്കും. അതെല്ലാത്തിനും ഓരോ പ്രതീകമുണ്ട്. ഒന്നാമതായിട്ട് ഈശോയുടെ തിരുഹൃദയം കുന്തത്താൽ കുത്തപ്പെട്ട തിരുഹൃദയമാണ്. അത് എന്താണ്? തുറക്കപ്പെട്ട ഹൃദയമാണ്. ഇന്നൊരു അച്ഛൻ രാവിലെ എന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെ പറയുകയാണെ, അതായത് ഈശോയ്ക്ക് കണ്ണുകൊണ്ട് കണ്ടു മതിയായില്ലായിരുന്നു മനുഷ്യരെ. നല്ല ദൈവത്തിന് കണ്ണുകൊണ്ട് നമ്മളെ കണ്ടു മതിയായില്ല. അതുകൊണ്ട് അവൻ ഹൃദയം തുറന്ന് ഹൃദയം കൊണ്ട് നമ്മളെ നോക്കുകയാണ്. ഹൃദയത്തിന്റെ ഭാവം നമുക്കറിയാം, സ്നേഹമാണ്. ഹൃദയത്തിന്റെ ഭാവം സ്നേഹമാണ്. അപ്പൊ ഈ കുത്തി തുളയ്ക്കപ്പെട്ട ഒരു സിംബലൈസ് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോയുടെ സ്നേഹം നമ്മളോടുള്ള അഗാധമായ സ്നേഹമാണ്. അതായത് അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ചിന്തി മരിച്ചു എന്നുള്ളതാണ് കാണുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഈ മുള്ള് ഉണ്ടോ, ഒരു മുള്ള് ഈശോയുടെ തിരുഹൃദയത്തെ വരിഞ്ഞു മുറുക്കി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യ മക്കൾ ചെയ്യുന്ന പാപവും തിരസ്കരണവും.
മനുഷ്യ മക്കൾ ചെയ്യുന്ന പാപവും തിരസ്കരണവും മൂലം ഉണ്ടാകുന്ന ഈശോയുടെ വേദനയെ സൂചിപ്പിക്കാനാണ് നമുക്ക് വേണ്ടി തുടിക്കുന്ന ആ ഒരു ഹൃദയം. എത്ര വേദനിപ്പിച്ചാലും എന്തേരെ തിരസ്കരിച്ചാലും നമുക്ക് വേണ്ടി ഈ തുടിക്കുന്ന ആ ഒരു ഹൃദയത്തെ ആ ചുറ്റപ്പെട്ട മുള്ള് സൂചിപ്പിക്കുകയാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ആ കുരിശാണ്. ഒരു കുരിശ് കണ്ടോ? മൂന്നാമതായിട്ട് കുത്തി നാട്ടിയ ഒരു കുരിശാണ് നമ്മൾ കാണുന്നത്. അതായത് സ്നേഹത്തിന് വേണ്ടി നമുക്ക് വേണ്ടി കുരിശെടുക്കാൻ തയ്യാറായി, ജീവൻ ബലി കഴിക്കാൻ തയ്യാറായതിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ആ കുരിശ്. അതായത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശാകുന്ന ഭാരം വഹിച്ചതിനെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. നാലാമതായിട്ട് നമ്മൾ കാണുന്നതാണ് തീനാളം. കത്തിജ്വലിക്കുന്ന തീനാളം നമ്മൾ കാണുന്നുണ്ട്. കെടാത്ത അഗ്നിയാണ്, കെടാത്ത അഗ്നി. നമ്മയെല്ലാം സ്നേഹത്തിന്റെ അഗ്നി കൊണ്ട്, സ്നേഹത്തിന്റെ ചൂട് കൊണ്ട് ഈശോ ജ്വലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരിതാണ്. ഇപ്പൊ നമ്മള് വായിച്ചു കേട്ടല്ലോ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ ആ ഒരു തിരുവചന ഭാഗം, ഈശോയുടെ തിരുഹൃദയം കുത്തി തുളയ്ക്കപ്പെടുന്നത്. ഈ തിരുഹൃദയത്തെ പറ്റി തന്നെ ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിട്ട് ഈശോ പറയാണ്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. കണ്ടോ, ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. എന്ന് വെച്ചാൽ ആ ഹൃദയത്തിലേക്കാണ് എല്ലാവരെയും അടുപ്പിക്കുന്നത്. ആ ഹൃദയത്തിലേക്കാണ് എല്ലാരെയും അടുപ്പിക്കുന്നത്. ഈശോയ്ക്ക് ഭയങ്കര സ്നേഹമാണ് ആ ഒരു ഹൃദയത്തിന്. ഇത് മുഴുവൻ പഴയ നിയമത്തിലേക്ക് നിഴലിച്ച് കിടപ്പുണ്ട്. ഈ സ്നേഹം മുഴുവൻ പഴയ നിയമത്തിലേക്ക് നിഴലിച്ച് കിടപ്പുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം തുടക്കത്തിൽ തന്നെ, ആ ഉൽപ്പത്തി ആദ്യത്തെ അധ്യായങ്ങളിൽ തന്നെയാണ് 6-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം തിരുവചന ഭാഗങ്ങൾ കാണുന്നുണ്ട്. അതിനകത്ത് പ്രകാരമാണ്, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തകളും വിചാരങ്ങളും എല്ലാം ദുഷിച്ചത് മാത്രമാണെന്ന് കണ്ടു. കണ്ടോ, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു എന്നും അവന്റെ ഹൃദയത്തിലെ വിചാരങ്ങളും ചിന്തകളും എല്ലാം എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കണ്ടു. കണ്ടോ, മനുഷ്യന്റെ ഹൃദയത്തെ പറ്റി കാണുവാണ്. എന്നിട്ട് കൂട്ടിച്ചേർക്കാണ്, മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പേരിൽ ദൈവം പരിതപിച്ചു. എന്നിട്ട് വീണ്ടും പറയാണ്, അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. കണ്ടോ, അത് അവിടുത്തെ ഹൃദയത്തെ വേദനിച്ചു. അതായത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ചിന്തകളും വിചാരങ്ങളും എല്ലാം ദുഷിച്ചതാണെന്ന് കർത്താവ് കണ്ടിട്ട് കർത്താവിന്റെ ദൈവത്തിന്റെ ഹൃദയം വേദനിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ഹൃദയം വേദനിക്കുന്നുണ്ടോ? അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കത്തില്ലേ, ഹൃദയ ശുദ്ധതയുള്ള ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അങ്ങനെയാണ് ഈ ദൈവത്തെ കാണുന്നതിന് ഈ ശുദ്ധിയുള്ള ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. ദൈവം വസിക്കുന്നു അല്ലെ? ആ ഹൃദയത്തിൽ ദൈവം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ, നമുക്കറിയാം, നമ്മുടെ ഹൃദയം ഇടിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, ഹൃദയം ഇടിക്കുന്നത് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ശുദ്ധിയുള്ള ഹൃദയത്തിൽ തമ്പുരാൻ ഇരിക്കുന്നു. അപ്പൊ ആ തമ്പുരാനെ നമുക്ക് കാണാൻ സാധിക്കും. തമ്പുരാനെ കാണാൻ അതാണ് അത് തിരുവചനത്തിൽ നമ്മൾ കാണിക്കുന്നത്. കൊച്ചുരേസ്യ പുണ്യവതി പറയുന്നുണ്ട്, നല്ല ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നത് സക്രാരിയിലോ അല്ലെങ്കിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ കുസ്തോതിയിലോ വസിക്കാനല്ല. സക്രാരിയിലും കുസ്തോതിയിലും വസിക്കാനല്ല, ഇങ്ങനെ സ്വർണ്ണ കുസ്തോതിയിൽ വസിക്കാനല്ല. അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഹൃദയം, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു മനുഷ്യ ഹൃദയം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അവന്റെ ഉള്ളിൽ വസിക്കാനാണ് ദൈവം ഇറങ്ങി വരുന്നത്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദുഷ്ടതയും തിന്മയും വർദ്ധിച്ചപ്പോഴത്തേനും അത് ദൈവത്തിന്റെ തിരുഹൃദയത്തെ വേദനിപ്പിക്കുക. എന്നാ സംഭവം എന്ന് ചോദിക്കും. എന്നിട്ട് കർത്താവ് ഇവനെ സൃഷ്ടിച്ചല്ലോ എന്ന് വിചാരിച്ച് പരിതപിച്ചു പോവുക. എന്നിട്ട് അതും ചിന്തിച്ച് പുള്ളിക്കാരന്റെ ഹൃദയം വേദനിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് അതുപോലെ തന്നെ മുന്നോട്ട് വായിക്കുന്ന നമ്മൾ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ കാണുന്നു. പ്രവാചകന്റെ പുസ്തകം 31-ന്റെ 20-ാമത്തെ വാക്യം, 19-20 തിരുവചന ഭാഗങ്ങൾ. എഫ്രായിം എന്റെ വത്സല പുത്രൻ, എന്റെ പൊന്നോമന കുട്ടൻ. എന്തോ ഒരു ബ്യൂട്ടിഫുൾ വചനമാണ്. എന്നിട്ട് പറയാണ്, അവന് വിരോധമായി പെരുമാറുമ്പോൾ എല്ലാം അവന്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. എന്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു. കേട്ടോ, അവന് വേണ്ടി തുടിക്കുന്നു. നമ്മൾ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിന് ആദ്യത്തെ വചനം തൊട്ടാണ് കാണുന്നത്. 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വിദൂരത്ത് നിന്ന് അവന് പ്രത്യക്ഷനായ കർത്താവ് അരുളി ചെയ്തു, എനിക്ക് നിന്നുള്ള സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലവുമെന്ന്. പിന്നെ നമ്മൾ കാണുന്ന ഒരു തിരുവചന ഭാഗമുണ്ട്. ഈ തമ്പുരാന്റെ തിരുഹൃദയത്തെ പറ്റി കാണുന്ന ഒരു തിരുവചന ഭാഗമാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകം. 11-ാം അധ്യായം. അതിന്റെ ഹെഡിങ് തന്നെ ഇപ്രകാരമാണ്, തിരസ്കരിക്കപ്പെട്ട സ്നേഹം എന്ന് പറയുന്നത്. തിരസ്കരിക്കപ്പെട്ട സ്നേഹം എന്നാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ വായിക്കാവേ. 1-ാം വാക്യം മുതൽ വായിക്കുവാനാണ്. ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഞാൻ അവരെ എൻ്റെ അടുക്കിലേക്ക് വിളിക്കും തോറും അവർ എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത്.
എന്നിട്ട് പറയാണ് ബാൽദേവന് ബലിയർപ്പിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപങ്ങൾ അർപ്പിച്ചു. എന്നിട്ട് പറയണം എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്, ഞാൻ അവരെ എന്റെ കരങ്ങളിലെടുത്തു, എന്നാൽ ഞാനാണ് അവരെ സുഖപ്പെടുത്തിയെന്ന് അവരറിഞ്ഞില്ല. കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിന്റെ കയർ തന്നെ. ഞാൻ അവർക്ക് താടിയലിൽ നിന്ന് നുകം അയച്ചു കൊടുക്കുന്നവനായി, ഞാൻ കുനിഞ്ഞവർക്ക് ഭക്ഷണം കൊടുത്തു. എന്നിട്ട് അകന്നു പോകുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ കാണണേ, ദൈവത്തിന് ഇതെല്ലാം കണ്ടിട്ട് നല്ല ദേഷ്യം വരികയാണ്. നമ്മളെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന പോലെ ദൈവം അങ്ങോട്ട് തല്ലാൻ വേണ്ടി ഒരു വടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ആഞ്ഞോങ്ങി ഇങ്ങോട്ട് വരികയാണ്. ഇമാരെ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ട് 7-ാം വാക്യത്തിലാണ്, എന്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കൂട്ടുന്നു, അതുകൊണ്ട് ഞാൻ അവർക്ക് മുഖം വെച്ചു, ആരും അത് എടുത്തു മാറ്റത്തില്ല. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും തെറ്റ് ചെയ്തിട്ടും തമ്പുരാന്റെ ഒരു, ഞാൻ വിചാരിക്കാൻ ഈ പുള്ളിക്ക് എന്തോ ഒരു സ്നേഹം. എന്നിട്ട് പറയാം 8-ാം വാക്യം 11-ന്റെ 8, ഹോസിയ 11-ന്റെ 8, എഫ്രായിം ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും, ഇസ്രായേൽ ഞാൻ നിന്നെ എങ്ങനെ കൈവിടും, എങ്ങനെ ആത്മായെ പോലെ ആക്കും, സെബോയിമിനെ പോലെ ഞാൻ നിന്നോട് എങ്ങനെ പെരുമാറും. അത് ഈ തിന്മ പ്രവർത്തിച്ച് കുറെ ദേശത്തെ നശിപ്പിച്ച് കളഞ്ഞ മനുഷ്യരെ പറ്റിയാണ് ഈ പറയുന്നത്. എന്നിട്ട് പറയാണ്, എന്റെ ഹൃദയം എന്നെ വിലക്കുന്നു, എന്റെ ഹൃദയം എന്നെ വിലക്കുന്നു, എന്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രതയും നിറഞ്ഞതാണ്. ഒന്ന് ഓർത്ത് നോക്കി, കർത്താവ് ഇങ്ങനെ ശിക്ഷിക്കാൻ വേണ്ടി ഓടി വരുമ്പോഴത്തേനും ആ തിരുഹൃദയം വിലക്കുകയാണ്. ആ തിരുഹൃദയം വിലക്കുകയാണ്. എന്തോ ഒരു സ്നേഹമാണെന്ന് വിചാരിച്ചു പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ ദാവീദ് രാജാവിനെ പറ്റി നമുക്കറിയാം, അദ്ദേഹം ചെയ്ത തിന്മ എന്താണെന്ന് നമുക്കറിയാം. എന്തോ ഒരു വലിയ തെറ്റാണ് ഇത്. അപ്പോസ്തല പ്രവചനം 13-22 കാണുന്നുണ്ട്. 1 സാമുവേൽ 13-ാം അധ്യായത്തിന്റെ വെളിച്ചത്തിലാണ് അത് പറയുന്നത്. ജസ്സയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തി. ഈ തെറ്റ് ചെയ്തതിനെ കുറിച്ചാണ് പറയണേ. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയെന്ന്. അപ്പൊ ഒന്നോർത്തേ, കർത്താവിന്റെ വലിയ സ്നേഹമാണ്. മുഴുവൻ നമ്മൾ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും എല്ലാം ഈ സ്നേഹം മുഴുവൻ നിഴലിച്ച് കിടക്കുന്നതാണ് കാണുന്നത്. ഈ സ്നേഹം മുഴുവൻ നിഴലിച്ച് കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പുറപ്പാട് പുസ്തകത്തില് 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ. എന്ന് വെച്ചാൽ നീ ഒന്ന് കോപിക്കടേ എന്ന് പറയുമ്പോ വേണ്ട, ഇല്ല, ഞാൻ കോപിക്കത്തില്ല, അങ്ങനെ അല്ലെ, എന്തേലും നിർബന്ധിച്ചാലും പുള്ളി കോപിക്കില്ല. കോപിക്കുന്നതിൽ വിമുഖൻ എന്ന് പറയാ. സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നത്. ഈ തിരുഹൃദയത്തിന്റെ സ്നേഹമായി പറയണേ. തിരുഹൃദയത്തിന്റെ സ്നേഹമാണ് പറയാം. ഈ കോപിക്കുന്നതിൽ വിമുഖൻ എന്നാണ് ഈ പുറപ്പാട് 3:6 കാണുന്നത്. ഇനി യോനാ പ്രവാചന പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവിടുന്ന് യോനാ പ്രവാചന പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം, അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനും. കണ്ടോ, ശിക്ഷിക്കുന്നതിൽ വിമുഖൻ. അതാണ് നമ്മൾ കണ്ടത് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ. എന്റെ ഹൃദയം എന്നെ വിലക്കുന്നു, എന്റെ ഹൃദയം എന്നെ വിലക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ തിരുഹൃദയത്തിന്റെ തിരുനാള് ആഘോഷിക്കുന്ന ദിവസം ഒരൊറ്റ കാര്യം മാത്രം മനസ്സിലാക്കണം, കർത്താവിന് നമ്മളോട് അത്രമാത്രം സ്നേഹമാണ്. കർത്താവിന് നമ്മൾ അത്രമാത്രം സ്നേഹമാണ്. നമ്മളെപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ് യെശയ്യാ പ്രവാചന പുസ്തകം 1:18, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. കണ്ടോ, കർത്താവ് ഇങ്ങനെ വിളിക്കുക, വരുവിൻ നമുക്ക് അത് ഒന്നാം വാക്യം തൊട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. മറ്റേ ആകാശമേ കേൾക്കുക, ഭൂമിയെ നടുങ്ങി വിറയ്ക്കുക, എന്റെ ജനം തെറ്റ് ചെയ്തു, അല്ലെ, കാള തന്റെ യജമാനനെ അറിയുന്നു, കഴുതിക്ക് തന്റെ തൊഴുത്തും അറിയാം, പക്ഷെ എന്റെ ജനത്തിന് എന്നെ അറിയത്തില്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നത്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാവങ്ങൾ കടും ചെമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതാവും, അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. എന്ന സംഭവം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? അതായത് അവര് ചെയ്തുകൊണ്ടിരുന്ന പാപത്തിന്റെ കാഠിന്യമാണ് ഈ പറയുന്നത്. കൊലപാതകം, അല്ലെ, വ്യഭിചാരം, അത്തരത്തിലുള്ള എല്ലാ മ്ലേച്ഛ പാപങ്ങളാണ് നമ്മൾ കാണുന്നത്. മനുഷ്യരെ വരെ ബലി കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മനുഷ്യരെ വരെ ബലി കൊടുക്കുക ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നതാണ്. ആ ഒരു കോണ്ടസ്റ്റിലാണ് കർത്താവ് നമ്മളോട് പറയുകയാണ്, കർത്താവ് വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളൂ, അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വിളക്കും. അപ്പൊ ഈ ഒരു സ്നേഹം നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ ശിക്ഷയുടെ ഒരു ഡയമെൻഷനിലേക്കും പിന്നെ അതിൽ നിന്ന് തിരിഞ്ഞു വരുന്ന ഒരു വിശ്വാസക്കുറവിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. ഈ ഷോയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പുള്ളിക്കാരൻ സ്നേഹം മാത്രമേ ഉള്ളൂ, സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അതല്ലേ അതുകൊണ്ടല്ലേ ഈ കുംഭസാരം എന്ന് പറയുന്ന ഒരു കൂതാശയൊക്കെ നമുക്ക് സ്ഥാപിച്ചു തന്നിരിക്കുന്നത്, അല്ലെ? കരുണയുടെ ആഘോഷം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലും അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നതാണ്, കരുണയുടെ ആഘോഷം. എന്തോ ഒരു കരുണയാണ് കർത്താവ് നമ്മളോട് കാണിക്കുന്നത്.
അല്ലേ? ആ ഒരു സ്നേഹം നമ്മൾ മനസ്സിലാക്കണം. ഈ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പം അത് മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതി, ഈശോയ്ക്ക് നമ്മളോടുള്ള ആ ഒരു സ്നേഹം. ഇനി മർഗരീത്ത മറിയത്തിന് ഈശോ കൊടുത്ത തിരുഹൃദയത്തിന്റെ 12 വാഗ്ദാനങ്ങളുണ്ട്. എന്റെ തിരുഹൃദയത്തെ വണങ്ങുന്ന നിങ്ങൾക്ക് വേണ്ടി 12, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതായിരിക്കും. അച്ഛൻ ഇതെല്ലാം ഒന്ന് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഈ തിരുഹൃദയത്തിന്റെ തിരുനാളിൽ നിന്ന് 12 വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട്. മർഗരീത്ത മറിയത്തോട് പറഞ്ഞിരിക്കുന്നതാണ്. ഒന്നാമതായിട്ട്, എന്റെ തിരുഹൃദയത്തെ വണങ്ങുന്നവരുടെ ജീവിതാന്തസ്സിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞാൻ നൽകും. നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ച് കേട്ടോണേ. നിങ്ങൾ കേട്ടിട്ടൊക്കെ ഉള്ളതായിരിക്കും. അപ്പൊ നമുക്ക് എന്താ, നമ്മുടെ ജീവിതാന്തത്തിന് ആവശ്യമുണ്ടല്ലോ. ഞാനൊരു പുരോഹിതനാണ്. എന്റെ ജീവിതാന്തത്തിന് ആവശ്യമായി വിശുദ്ധി ഈശോ തരും, കൃപാവരം തരും, പ്രസാദവരം തരും, സ്നേഹം നൽകും, എല്ലാം തരും. ഇപ്പൊ ഇത് കുടുംബജീവിതത്തിലായിരിക്കുന്നവരുണ്ടല്ലോ, നിങ്ങൾക്ക് കുടുംബജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സ്നേഹം തരും, എല്ലാം തരും. ഇപ്പൊ ചെറുപ്പക്കാർ നമ്മുടെ കൂടെയുണ്ട്, അല്ലെ? പ്രായമായവർ നമ്മുടെ കൂടെയുണ്ട്, ജീവിതാന്തസ്സിൽ പ്രവേശിക്കാത്തവരുണ്ട്, അവരുടെ യൗവനത്തിൽ തന്നെ നിലനിൽക്കുന്നവരുണ്ട്, പ്രശ്നങ്ങളെല്ലാം ഉള്ളവരുണ്ട്. അവരുടെ ജീവിതത്തിലെല്ലാം ഞാൻ ഇടപെടുന്ന പറയാം. എന്നിട്ട് പറയാണ്, അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം പുലർത്തും. അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം പുലർത്തും. അപ്പൊ നമുക്ക് ഇത് വാഗ്ദാനമാണ്. അപ്പൊ നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തോട് സ്നേഹം തോന്നിയിട്ട് ഇത് നമ്മുടെ കുടുംബത്തിൽ തന്നില്ലെങ്കിൽ നമുക്ക് ഈശോയോട് ചൂടാവാം. നീ എന്നാ വൃത്തിയിട്ട പണിയായി കാണിക്കാൻ നമുക്ക് ചോദിക്കാം, അല്ലേ? സത്യമല്ലേ? നമുക്ക് ഞാൻ ഇതൊക്കെ ആർഗ്യൂ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ. ഞാൻ തമാശ പറയുന്നല്ല, ഞാൻ ഇതെല്ലാം ആർഗ്യൂ ചെയ്യും. ഞാനൊരു പുരോഹിതനല്ലേ, എനിക്ക് സങ്കടമൊക്കെ വരുമ്പോഴത്തേനും പറയും, നീ എന്നെ സംരക്ഷിക്കണം, നിന്റെ കടമയല്ലേ. അതെല്ലാം ഞാൻ ചോദിക്കാറുണ്ട്. നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പുള്ളിക്കാരൊന്നും മിണ്ടത്തില്ല, അതുകൊണ്ടാണ്. ഇനി ഇനി മൂന്നാമത്തെ വാഗ്ദാനമാണ്, അവരുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആശ്വസിപ്പിക്കും. അവരുടെ ക്ലേശങ്ങൾ എടുത്തു മാറ്റുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അവരുടെ ക്ലേശങ്ങളിൽ അവരെ ഞാൻ ആശ്വസിപ്പിക്കാം. സങ്കീർത്തനം 36 തോന്നേ, ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാൽ അത് അവരെ തൊടുകത്തില്ല. കഷ്ടത കരകവിഞ്ഞൊഴുകത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. കഷ്ടത കരകവിഞ്ഞൊഴുകിയാൽ അത് അവരെ തൊടത്തില്ലെന്നാ പറയാം. ഇനി യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 33 വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് പറയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവും, ധൈര്യമായിരിക്കും, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. എന്ന സംഭവം അല്ലെ? ലോകത്തിന് ഞെരുക്കങ്ങൾ ഉണ്ടാവുക, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഉണ്ട് നിങ്ങളുടെ കൂടെ. ഇത് തിരുഹൃദയത്തിന്റെ ആ സ്നേഹത്തിന്റെ എക്സ്പ്രഷനാണ് ഇത് കാണുന്നത്. ഇനി നാലാമതായിട്ട് നമ്മൾ കാണുന്നതാണ്, ജീവിതത്തിൽ വിശിഷ്യ മരണനേരത്തും ഞാൻ അവരുടെ ദൃഢമായ ഭയമായിരിക്കും. മരണനേരത്ത്, അല്ലെ? പിന്നെ പുള്ളിക്കാരൻ എങ്ങനെ അവഗണിക്കാൻ പറ്റും നമ്മൾ മരിക്കുന്ന സമയത്ത്? ആ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിൽ നമ്മൾ നിലനിന്ന് കഴിഞ്ഞാൽ. ഇനി അഞ്ചാമതായിട്ട് പറയണ, അവരുടെ എല്ലാ പരിശ്രമങ്ങളെയും സമൃദ്ധമായി ഞാൻ അനുഗ്രഹിക്കും. നമുക്ക് ചിന്തിച്ചു നോക്കിയേ, ഈശോയുടെ തിരുഹൃദയത്തോട് നമുക്ക് സ്നേഹമുണ്ടോ? ഈശോയുടെ തിരുഹൃദയത്തോട് നമുക്ക് സ്നേഹമുണ്ടോ? ആറാമത്തെ കാര്യങ്ങൾ പറയണത്, പാപികൾ എൻ്റെ ഹൃദയത്തിൽ കാരുണ്യത്തിന്റെ അതിരറ്റ ഒരു സമുദ്രത്തെ ദർശിക്കും. പാപികൾ എൻ്റെ ഹൃദയത്തിൽ കാരുണ്യത്തിന്റെ അതിരറ്റ ഒരു സമുദ്രത്തെ ദർശിക്കും. ഈ ഫൗസ്റ്റിന പണിയുടെ ഡയറി പറയുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ ഏറ്റവും വലിയ കരുണയ്ക്ക് അവകാശം. ലോകത്തിലെ ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ ഏറ്റവും വലിയ അവകാശം എന്ന്. അത് തന്നെയല്ലേ മർഗരീത്ത മറിയത്തോട് പറയുന്നത്, പാപികൾ എൻ്റെ ഹൃദയത്തിൽ കാരുണ്യത്തിന്റെ അതിരറ്റ ഒരു സമുദ്രത്തെ ദർശിക്കും. പിന്നെ ഏഴാമതാണ് പറയുന്നത്, ഭക്തർ തീഷ്ണതയുള്ളവരാകും. പ്രാർത്ഥിക്കാനൊന്നും ഒരു ഉണർവില്ല, ഒന്നുമില്ല. അപ്പൊ ഈ തിരുഹൃദയത്തെ സ്നേഹിച്ച, ഈ തിരുഹൃദയത്തിന്റെ സ്നേഹം ഒഴുക്കി, തിരുരക്തം ഒഴുക്കി നമ്മളെ വിശുദ്ധീകരിച്ച് നമ്മൾ നല്ല തീഷ്ണതയുള്ളവരാക്കും. അവിടുത്തെ ആത്മാവിനെ നമുക്ക് നൽകും. ഇനി എട്ടാമതായിട്ട് പറയാണ്, തീഷ്ണതയുള്ള ആത്മാക്കൾ അതിവേഗം മഹാപരിപൂർണതയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കും. അതായത് നമുക്ക് തീഷ്ണത ഉണ്ടെങ്കിൽ അത് ശക്തിപ്പെട്ട് മുന്നോട്ട്. ഇവിടെ പറയണം, മന്ദോഷ്ണരെ തീഷ്ണതയുള്ളവരാക്കും, തീഷ്ണതയുള്ള ആത്മാക്കളെ വീണ്ടും വീണ്ടും മഹാപരിപൂർണതയിലേക്ക് ഞാൻ നീക്കുന്നു. എന്നിട്ട് ഒമ്പതാമതായിട്ട് പറയണം, എൻ്റെ ഹൃദയത്തിന്റെ ഒരു ചിത്രം വെച്ച് വണങ്ങുന്ന ഭവനങ്ങളെ ഞാൻ ആശീർവദിക്കും. ഇതൊക്കെ വാഗ്ദാനമാണ് കേട്ടോ, ഇതൊക്കെ വാഗ്ദാനമാണ്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ച്, പടമൊന്നും ഇല്ലെങ്കിൽ മേടിച്ചു വെച്ചോ. എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം രണ്ട് വർത്താനമൊക്കെ പറഞ്ഞു, ഒന്നും പേടിക്കണം, നമ്മുടെ ദൈവ നമ്മളെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു കർത്താവാ. എന്നിട്ട് പറയാണ്, കഠിന ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള ശക്തി ഞാൻ പുരോഹിതർക്ക് നൽകും. ഉണ്ടോ? പുരോഹിതർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം കഠിന ഹൃദയം. അത് കുമ്പസാരക്കൂടെന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. എന്തേറെ വലിയ കഠിന ഹൃദയരെയും സ്പർശിക്കാനുള്ള കൃപ അവർ കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഇനി 11ാമത് പറയാണ്, ഈ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആലേഖനം ചെയ്യും, അവ നീക്കപ്പെടുത്തേയില്ലെന്ന്. അതായത് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഭക്തി പ്രചരിപ്പിച്ചാൽ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ പേരെഴുതി വെക്കും. എന്നിട്ട് പിന്നെ അതൊരിക്കലും നീക്കത്തില്ലെന്ന്. എന്റെ പേരിപ്പോ എഴുതി വെക്കുന്നുണ്ട്, എനിക്ക് 100% ഉറപ്പാണ്. അപ്പം അതാണ്. ഇനി 12ാമതായിട്ട് പറയാണ്, 9 മാസാദ്യ വെള്ളിയാഴ്ച എന്റെ ഹൃദയത്തിന്റെ സ്തുതിക്കായി മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ അത്യാവശ്യമായ കൂദാശകൾ
സ്വീകരിക്കാതെ മരിക്കുകയില്ല. എന്ന് വെച്ചാൽ നമുക്ക് അന്ത്യകുദാശയൊക്കെ കിട്ടി, നമ്മൾ ഒരു നല്ല ഒരു മരണം കിട്ടുമെന്നാണ് പറയുന്നത്. 9 മാസാദി വെള്ളിയാഴ്ച എൻ്റെ ഹൃദയത്തിന്റെ സ്തുതിക്കായി മുടങ്ങാതെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ അത്യാവശ്യമായ കൂദാശകൾ സ്വീകരിക്കാതെ മരിക്കുക. അതായത് മരണനേരത്ത് കർത്താവ് നമ്മളെ സഹായിക്കുന്നു. അപ്പൊ ഈ തിരുഹൃദയത്തിന്റെ വാഗ്ദാനം എല്ലാം നമുക്ക് പ്രാപിക്കാൻ പറയപ്പെട്ടവരെ. പിന്നെ ഞാൻ ഇന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു ഒരു ഒരു വലിയൊരു ഒരു സംഭവം, ഒരു ഭയങ്കര ബോധ്യം എന്റെ മനസ്സിലോട്ട് വരണേ. നമുക്കറിയാം ഈ ഹൃദയത്തിന്റെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന അറിയാം. അത് 1960 ആദ്യമായിട്ട് നടക്കുന്ന, അമേരിക്കയിലോ എന്തോ, എനിക്കത് കൃത്യം ഞാൻ ഓർക്കുന്നില്ലേ. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാ പെട്ടെന്ന് തന്നെ ഹൃദയത്തിന്റെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന കാര്യം അവിടെ. പക്ഷെ ബി സി നൂറ്റാണ്ടിൽ ബൈബിളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ ദൈവം ഒരു ഓൾറെഡി ഹാർട്ടിന് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ് നമ്മൾ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36:25 പറയാണ്, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ സകല മാലിന്യങ്ങളും നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കും, എല്ലാ വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഇതൊരു ദേവായ ദൈവം പോലെ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് നൽകും. എന്റെ അർത്ഥം എന്നാ? ഹൃദയത്തിന്റെ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലേ? ഏത് ഹൃദയം തരുന്നത്? പുള്ളിക്കാരന്റെ ഹൃദയം തന്നെ ഇങ്ങോട്ട് തരുന്നത്. പുള്ളിക്കാരൻ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് നൽകും, ഒരു പുതിയ ചൈതന്യം നിങ്ങൾക്ക് നൽകും. ശിലാഹൃദയം എടുത്തു മാറ്റി. അപ്പൊ അപ്പൊ പൂർണ്ണമായി അല്ലേ? പൂർണ്ണമായി, ആ ഓപ്പറേഷൻ പൂർണ്ണമായി. ആ ശിലാഹൃദയം എടുത്തു മാറ്റിയിട്ട് ഒരു മാംസല ഹൃദയം നമുക്ക് നൽകും, പുതിയ മാംസല ഹൃദയം നമുക്ക് നൽകണം. എന്നിട്ട് വേണം എന്റെ ആത്മാവിനെ അതിനകത്തോട്ട് നിവേശിപ്പിക്കുന്നു, എന്റെ ആത്മാവിനെ നിവേശിപ്പിക്കും. എന്നാ ബ്യൂട്ടിഫുൾ! അതാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ പൗലോസ് ഓർമ്മ, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, തമ്പുരാന് സ്നേഹം മാത്രമേ ഉള്ളൂ. അതാണ് യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിൽ 2 തവണ പറയുന്നുണ്ട്, ദൈവം സ്നേഹമാകുന്നു. കണ്ടിന്യൂസ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു, കണ്ടിന്യൂസ് ബീങ് ലവിങ്. പുള്ളിക്കാരൻ അല്ലാതെ ആവാതിരിക്കാൻ പറ്റത്തില്ല. അല്ലാതെ അതാണ് ഫൗസ്റ്റീന പുണ്യവതിയുടെ ഡയറിയിൽ തുടക്കം തൊട്ട് അവസാനം വരെ കരുണ കരുണ കരുണ, ഈ ഒരു വാക്ക് മാത്രമേ കാണാനുള്ളൂ. കരുണ കരുണ. തിരുഹൃദയത്തിൽ നിന്ന് ആ കുത്തിത്തുളയ്ക്കപ്പെട്ട തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്നു. തിരുരക്തത്താൽ നമ്മൾ കഴുകപ്പെടുന്നു. ആ തിരുജലത്താൽ ആത്മാവിനെ നമ്മൾ പൂരിതരാകുന്നു. അതാണ് ആ വെള്ളപ്രകാശം, ചുമലപ്രകാശം എപ്പോഴും നമ്മുടെ മേൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെപ്പോഴും നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തോ ഒരു വലിയ കരുതലാണ് നമുക്കുള്ളത്, എന്തോ ഒരു വലിയ സ്നേഹമാണുള്ളത്. അപ്പൊ ഈ തിരുഹൃദയത്തിന്റെ തിരുനാൾ നമ്മൾ ശരിക്കും ആഘോഷിക്കുക. നമ്മളിപ്പോൾ ഉടനെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ നമ്മൾ കേട്ട കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരണം. അച്ഛൻ 1-2 വചനം നിങ്ങൾ ഓർമ്മിപ്പിച്ചത് ഇതാണ്. ഒന്നാമതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 6-ാം അധ്യായം 5-ഉം 6-ഉം തിരുവചനങ്ങൾ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു, അവന്റെ ഹൃദയത്തിലെ വിചാരങ്ങളും ചിന്തകളും എല്ലാം എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കണ്ടു. അവനെ സൃഷ്ടിച്ചല്ലോ എന്ന് ഓർത്ത് അവിടുന്ന് പരിധി അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. കണ്ടോ? കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ തമ്പുരാന് ആ ദുഷിച്ച ഹൃദയത്തിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഈ ദുഷിച്ച ഹൃദയത്തിലിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു അച്ഛന്റെ ഒരു പ്രസംഗത്തിൽ ഞാനിങ്ങനെ കേട്ടതാണ്, ദൈവം എല്ലാം സൃഷ്ടിക്കുകയാണ്. അപ്പൊ ദൈവത്തിന് മരത്തെ സൃഷ്ടിക്കണം. അപ്പൊ ദൈവം മണ്ണിലേക്ക് നോക്കി. അത് മണ്ണ് വേണമല്ലോ നിലനിൽക്കാൻ. ദൈവം മീനിനെ സൃഷ്ടിക്കുകയാണ്. അപ്പൊ മീനിന് നിലനിൽക്കണം എന്ത് വേണം? വെള്ളം വേണം. അപ്പൊ ഇങ്ങനെ കുറെ എല്ലാം ഇങ്ങനെ നോക്കുകയാണ്. അപ്പം എന്നിട്ട് ദൈവത്തിന് അപ്പൊ എന്ത് ചെയ്യും? ഇനി പുള്ളിക്കാരന് വേറൊരു കാര്യം ചെയ്യണം. പുള്ളിക്കാരൻ ഇവിടെ വസിക്കണം. അപ്പൊ പുള്ളി കണ്ടുപിടിച്ചൊരു പരിപാടിയാണ്, ശരിയാണ്, ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ വസിക്കാം. അല്ലേ? ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്നാണെന്നറിയോ? പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു സംഭവം സൃഷ്ടിച്ചിട്ട് നമുക്ക് സർവ്വ ഫ്രീഡം തന്നു. ഈ ലോകത്തിന്റെ ഇതെല്ലാം എൻജോയ് ചെയ്യാനുള്ള ഫ്രീഡം നമുക്ക് തന്നു. പക്ഷെ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ ഈ തമ്പുരാനുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവിൽ നിലനിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അവസാനമായിട്ട് അച്ഛൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കണം. കൊച്ചിലേശ്വര പുണ്യവതിയുടെ ഒരു മഹാസംഭവമാണ്, കവിതയ്ക്കകത്തുള്ളതാണ്. ഇത് നിങ്ങൾ വെരി ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. അതായത് യോഹന്നാൻ ഈശോയുടെ അന്ത്യത്താഴത്തിന്റെ ആ ഒരു ചിത്രത്തിലോട്ട് കൊച്ചിലേശ്വര പുണ്യവതി നോക്കുകയാണ്. അപ്പൊ യോഹന്നാന് ഈശോയുടെ വക്ഷത്തിൽ ഇങ്ങനെ ചാരിക്കിടക്കുകയാണ്. കൊച്ചിലേശ്വര പുണ്യവതി ഭയങ്കര അസൂയ വരികയാണ്. യോഹന്നാൻ ഈശോയുടെ ചങ്കത്ത് ചാരിക്കിടക്കണം. എനിക്കിത് പറ്റുന്നില്ലല്ലോ. എന്നിട്ട് യോഹന്നാനോട് ഈശോ പറയാണ്, കൊച്ചിലേശ്വര പറയണേ, യോഹന്നാൻ നീ ഈശോയുടെ
ഹൃദയത്തെ ചാരിക്കിടന്നു, ഒരു പ്രശ്നമില്ല. പക്ഷെ ആ ഹൃദയം എന്റെ ആടാത്, ഹൃദയം എന്റെയാന്ന്, ഈശോയുടെ തിരുഹൃദയം എന്റെയാന്ന് എന്നെ ബോധ്യം നോക്കി, എന്നെ ബോധ്യം നോക്കി. അതൊക്കെയാണ് പുണ്യവതിയൊക്കെ അത്രയും ലെവലിൽ എത്തിച്ചത്. അപ്പൊ നമുക്ക് ആ ഒരു പരിപൂർണ ബോധ്യത്തിലാവാം. ഈശോയുടെ സ്നേഹം വേറൊന്നും നമ്മുടെ ഹൃദയത്തിൽ വേണം. ഇവിടെ നമ്മൾ തിരുഹൃദയത്തിന് വേണ്ടി ഒരുങ്ങുമൊന്നുമല്ല കേട്ടോ, നമ്മൾ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുക, തിരുനാൾ ആഘോഷിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ, ഓ ഈശോയെ, ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങ് സ്തുതിക്കാൻ പോവുകയാണ്. നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നാം പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമ്മൾ ഒത്തിരിയധികം സ്നേഹിക്കുന്ന, ഹൃദയം കുത്തി തുറന്ന് അവിടുത്തെ തിരുരക്തം ഒഴുകി നമ്മളെല്ലാം കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ ആത്മാവിനെ നമുക്ക് പ്രദാനം ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ടുകളടച്ച് നെഞ്ചോട് ചേർത്ത് ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 19-34 വാക്യം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. പടയാളികളിൽ ഒരുവൻ അവിടുത്തെ വിലാപ്പുറത്ത് നിമിത്തം കൊണ്ട് അവിടുത്തെ രക്തവും ജലവും കൊണ്ട് 2 ആൾ തന്നെ ശിക്ഷപ്പെടുത്തുന്നു. കർത്താവിന്റെ വലിയ സ്നേഹത്തിന്റെ അടയാളമായി അവിടുത്തെ കുത്തി തുളയ്ക്കപ്പെട്ട ഹൃദയത്തിന്റെ സ്നേഹം എല്ലാവരുടെ മനസ്സിലേക്ക് ആ ഒരു രംഗം കൊണ്ട് നമ്മളെല്ലാവരും ഈശോയുടെ കുരിശിന്റെ ചോട്ടിൽ ഈശോയുടെ തിരുഹൃദയം കുത്തി തുളയ്ക്കുകയും അവിടത്തേക്ക് ഒരു പരാതിയും അവിടുത്തെ സ്നേഹം മാത്രം നമ്മുടെ ഈശോയെ ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു പരിപൂർണ ബോധം. ഈശോയുടെ സ്നേഹം എല്ലാവരും നമുക്കൊരു നിമിഷം ശക്തിയോടെ ആ സ്നേഹത്തെ അനുഭവിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കടലടച്ച് കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഈശോയുടെ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ ഉള്ളിലുള്ള പുറത്തുള്ള ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ശരിയാണ്, നമ്മൾ ഈ ആറാസി ധ്യാന കേന്ദ്രത്തിന്റെ താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയാണ് ആരാധിക്കുന്നതെങ്കിലും ഈശോ ഇപ്പൊ എന്റെ ഹൃദയത്തിൽ ആ ഒരു വലിയ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാം. യോഹന്നാൻ ചാരിക്കിടക്കുകയാണ് ആ വർഷത്തിൽ, നമുക്കും ചാരിക്കിടക്കാം. കൊച്ചുറേസ്യ പറഞ്ഞതുപോലെ നമുക്ക് വെച്ച് പറയാം, ആ ഹൃദയം എന്റെ ഹൃദയമാണ്, ആ ഹൃദയം നമ്മുടെ അവകാശമാണ്. ആ ഹൃദയം നമുക്ക് വേണ്ടി കുത്തി തുളയ്ക്കപ്പെട്ട് നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഒരു ഹൃദയമാണ്. നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്ന ഈശോയുടെ ഹൃദയം. ഈ ജെറമ്യ പ്രവാചകൻ 31:20 പറയുകയാണ്, എഫ്രായിം എന്റെ വത്സല പുത്രനല്ലേ. നമ്മുടെ പേരവിടെ ഓർത്തി എന്റെ പൊന്നോമന കുട്ടി. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവന്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. എന്റെ ഹൃദയം അവന് വേണ്ടി, അവൾക്ക് വേണ്ടി തുടിക്കുന്നു. എന്നാ സംഭവം? ഈശോയുടെ ഹൃദയം നമുക്ക് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോയുടെ ഹൃദയം നമുക്ക് വേണ്ടി തുടിച്ചു. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുമ്പോൾ ആ ഒരു ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത്. ആ ഒരു ബോധ്യം, അങ്ങയുടെ ഹൃദയം എപ്പോഴും ഞങ്ങളെ സ്നേഹിക്കുകയാണല്ലോ. ഞങ്ങൾ തിരസ്കരിക്കുമ്പോഴും, ഞങ്ങൾ അവഗണിക്കുമ്പോഴും, ഞങ്ങൾ അങ്ങയുടെ തെറ്റായ മാർഗത്തിലൂടെ പോകുമ്പോഴും, ഞങ്ങളുടെ ഹൃദയത്തിന്റെ തിരുവചനത്തിൽ കാണുന്നത് പോലെ, ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് പോലെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വികാരങ്ങളും ചിന്തകളും എല്ലാം ഞങ്ങളുടേതായ ദുഷിച്ച ഭാവനയിലേക്ക് എല്ലാം പോകുമ്പോഴും കർത്താവ് ഇതെല്ലാം അങ്ങേ വേദനിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവർ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ കർത്താവിനെതിരെ ചെയ്ത എല്ലാ പാപങ്ങളെ ഒരു നിമിഷം അനുദപിക്കാം. മാരകഭാവങ്ങൾ, ലഘുഭാവങ്ങൾ എല്ലാം ഓർത്ത് കർത്താവിന്റെ സന്നിധിയിൽ ഒരു നിമിഷം അനുദപിച്ച് കർത്താവിന്റെ തിരുഹൃദയത്തോട് മാപ്പ് ചോദിക്കാം. ഓ കർത്താവെ,
ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും ഒന്ന് വിട്ടു പോകരുതേ നിങ്ങൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകളെ ഏറ്റെടുക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ഈശോ പറയുന്നത്. നമ്മൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമാണോ? പാപത്തിന്റെ ഭാരം നിങ്ങൾ വഹിക്കുന്നവരാണോ? നിങ്ങൾക്ക് അധ്വാനത്തിന്റെ ഭാരമുണ്ടോ? ബലഹീനതയുടെ ഭാരമുണ്ടോ? ബാ 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 ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലൻ വിനീത ഹൃദയനുമാണ്. കണ്ടോ, ആ ഹൃദയത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അവിടെ ഹൃദയത്തെയാണ് ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ പാപം ചെയ്ത് അകന്നു പോയവരോട് എന്താ പറയുന്നത്? ഇസ്രായേൽ ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? ഇസ്രായേൽ ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? നമ്മുടെ പേരവിടെ ചേർത്ത് ഞാനിപ്പോ എന്റെ പേര് ചേർക്കുകയാണ്. റഹ്മാനെ, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? റഹ്മാൻ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? എന്റെ ഹൃദയം എന്നെ വിലക്കുന്നു. കർത്താവിന്റെ ഹൃദയം ഇങ്ങനെ വിലക്കി വെച്ചിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിന് ചുറ്റും എന്തെല്ലാം മ്ലേച്ഛതകളുണ്ട്. ലോകത്ത് എന്തെല്ലാം മ്ലേച്ഛതകൾ വർദ്ധിച്ചു വരുന്നു. എന്തെല്ലാം തിന്മകൾ, ജഡത്തിന്റെ ദുരാശകൾ, ആസക്തികൾ എല്ലാം വർദ്ധിച്ചു വരുന്നു. ഇവരെല്ലാം കർത്താവ് ശിക്ഷിക്കേണ്ടതാണ്. സോദോം ഗൊമോറയെ നശിപ്പിച്ചതുപോലെ നശിപ്പിക്കേണ്ടതാണ്. നമ്മൾ കാണുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന പോലെ ജലപ്രളയം വന്നെല്ലാം നശിക്കേണ്ടതാണ്. പക്ഷെ കർത്താവ് അതൊന്നും ചെയ്യില്ല. കാരണം അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യം. ആ വാക്ക് കണ്ടോ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യം. ആ കാരുണ്യം അത് ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നതാണ്. നമുക്ക് ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന കാരുണ്യത്തെ കർത്താവെ, ഞങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങളെ ഓർത്ത് അനുദപിക്കുന്നു. ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് നമുക്ക് അനുതാപത്തോടെ കർത്താവിന്റെ ആ സ്നേഹത്തെ, ആ കർത്താവിന്റെ തിരുഹൃദയത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് സ്നേഹത്തോടെ ഒന്നുകൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ തിരുഹൃദയമേ സ്നേഹിക്കുന്നു, ഈശോയുടെ തിരുഹൃദയമേ അങ്ങയെ സ്നേഹിക്കുന്നു, ഈശോയുടെ തിരുഹൃദയമേ ആഗ്രഹങ്ങൾ മാറ്റണമേ. എന്റെ ഹൃദയത്തിലെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റണമേ. എന്റെ ഹൃദയത്തിലെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റണമേ. ഹൃദയത്തിലെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റണമേ. ഈശോയുടെ തിരുഹൃദയം സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്നേഹിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം അങ്ങയെ സ്നേഹിക്കുന്നു, ഈശോയുടെ തിരുഹൃദയം സ്നേഹിക്കുന്നു, ഈശോയുടെ തിരുഹൃദയം സ്നേഹിക്കുന്നു, ഈശോയുടെ തിരുഹൃദയമേ 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും ഈശോയെ നോക്കി കൈകളി യാചനാപൂർവ്വം പിടിച്ചേ. ഈ നിമിഷം അച്ഛൻ നിങ്ങളോട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വ്യക്തിജീവന കുടുംബത്തിലുള്ളവരെ എല്ലാം കർത്താവിന്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ തിരുഹൃദയം സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഈശോ അവിടുന്ന് ഏറ്റെടുത്തോളും. അത്ര സ്നേഹമാണ് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ നന്മമരത്തെ സമർപ്പിക്കാം, പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയുടെ ദിവ്യ ഹൃദയമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. പ്രത്യേകമായിട്ട് നന്മമരത്തെയും ഇന്ന് മീറ്റിങ്ങിനായി വന്നിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ നന്മമരത്തിൽ അങ്ങ് രാജാവായി വാഴുന്നു. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യുന്നു. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അകന്നിരിക്കുന്നവരെയും എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണം വഴി വേർവിട്ടു പോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ പൂർവീകരെ, ഞങ്ങളുടെ തലമുറയിലുള്ള എല്ലാവരെയും നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നത് വരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയവും മാറിയോസേ പിതാവും ഞങ്ങളുടെ ഈ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിന്റെ സ്മരണ ഞങ്ങൾ നിലനിർത്തുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ തിരുവുദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ രൂപീകരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. വചനത്തിന്റെ കാതലായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാലയമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ജ്വലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. സകല പുണ്യങ്ങളുടെയും
ആഴമേറിയ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. സകല പുകഴ്ചയ്ക്കും എത്രയും ഈശോയുടെ തിരുഹൃദയമേ, സകല ഹൃദയങ്ങൾക്കും അധീപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ, ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികളൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, ദൈവമഹത്വത്തിന്റെ പൂർണ്ണതയൊക്കെയും വസിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, നിത്യപിതാവിന്റെ പ്രസാദാത്മകമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഒരു നിമിഷം ഈശോയെ നോക്കി ഈശോയുടെ തിരുഹൃദയത്തിന്റെ സംരക്ഷണത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈശോയെ, ഒരു കോട്ടയ്ക്കുള്ളിൽ എന്ന പോലെ ഞാൻ തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാം സംരക്ഷണം എനിക്ക് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കോട്ടയ്ക്കുള്ളിൽ എന്ന പോലെ നിങ്ങളുടെ തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാം സംരക്ഷണം ഏകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളും നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ ജീവിതാന്തസ് എല്ലാം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് കൊടുത്ത് ഈശോയുടെ ഹൃദയത്തിലേക്ക് കൊടുത്ത് ഹോസിന്ന പുണ്യവതി പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങേ ശരണപ്പെടുന്നു. ഞാൻ അങ്ങേ പൂർണ്ണമായി ഈശോയിൽ ശരണപ്പെടാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല. ഒരു കൂട്ടുകാരൻ അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. നമ്മളെ ദൈവത്തിന് നമ്മളെ കണ്ണുകൊണ്ട് കണ്ട് മതിയായില്ല. അതുകൊണ്ട് അവൻ ഹൃദയം പിളർന്ന് ഹൃദയം കൊണ്ട് നമ്മളെ കാണുകയാണ്. ഈശോ പറഞ്ഞിട്ടില്ലേ, ഭയങ്കര വേദന കർത്താവിനുണ്ടായിട്ടുണ്ട്. അതാണ് ഈശോ പറഞ്ഞത്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കും, പക്ഷെ ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. നമുക്ക് ഈശോയിലേക്ക് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെക്കാം. നമ്മുടെ ഹൃദയം എടുത്ത് കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാം. കർത്താവേ, അങ്ങ് തിരുവചനത്തിൽ പറയുന്നത് പോലെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുക. ഞങ്ങളുടെ ശിലാഹൃദയം എടുത്ത് മാറ്റി മാംസല ഹൃദയം ഞങ്ങൾക്ക് നൽകുക. കർത്താവേ, ഒരു പുതിയ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ആത്മാവിനെ നമുക്ക് തരണമേ. എല്ലാ കാര്യങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കാം. പണ്ടൊരിക്കൽ നല്ല തന്നെ ബ്രദർമാരുടെ അടുത്ത് പോയപ്പം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ കൊണ്ടു നടന്നതുപോലെ മോനെ വിശുദ്ധി നീ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊള്ളണം. പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര വലിയ സംരക്ഷണമായിരിക്കും ഉണ്ണീശോയ്ക്ക് പരിശുദ്ധ അമ്മ കൊടുത്തത്. ഈ ലോകത്ത് ഒരു മകൾക്ക് കൊടുക്കാത്ത, കാരണം ദൈവമല്ലേ കയ്യിലിരിക്കുന്നത്. തിരുഹൃദയം കയ്യിലിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്. നമ്മുടെ കരങ്ങളിലേക്കല്ലേ വെച്ച് തരുന്നത്, നമ്മുടെ നാവിലേക്കല്ലേ വെച്ച് തരുന്നത്. നമുക്ക് ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാം. തിരുവചനം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. 1 യോഹന്നാൻ 3:1 കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. നമ്മൾ പാപം ചെയ്തവരായിരിക്കാം, നമുക്ക് ബലഹീനത ഉണ്ടായിരിക്കാം, നമുക്ക് കുറവുണ്ടായിരിക്കാം, തകർച്ച ഉണ്ടായിരിക്കാം, അശുദ്ധി ഉണ്ടായിരിക്കാം, എന്തു വേണേലും ഉണ്ടായിക്കോട്ടെ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. അതങ്ങ് ഉറപ്പിച്ചേ. ഈശോയുടെ തിരുഹൃദയമേ, അവിടുത്തെ മക്കളിതാ താഴ്മയോടെ എളിമയോടെ ഞങ്ങൾ അങ്ങയുടെ പക്കൽ നിൽക്കുകയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധമ്മയുടെ വിമല ഹൃദയമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. യോഹന്നാൻ 3:16 അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തന്റെ എന്ന സംഭവം നീതിച്ചു. പിന്നെ നമ്മൾ നമ്മുടെ പാപത്തെ പറ്റി നമ്മൾ കരയേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ബലഹീനതയെ പറ്റി കരയേണ്ട കാര്യം? കാരണം ഈശോയെ നമുക്ക് തന്നിരിക്കുക. ഓ ഈശോയെ, ഈ നന്മ മരത്തെ മുഴുവൻ ഞങ്ങളുടെ തിരുവനന്തപുരത്തിൽ പ്രതിഷ്ഠിക്കുക. കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ആ തിരുരക്തവും തിരുജലവും നമ്മുടെ മേൽ ഒഴുകുന്നതായി കണ്ടുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം.